ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഡേ 1 റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫുൾ അടി, പൊരിഞ്ഞടി, നമ്മുടെ തല്ലുമല സ്റ്റൈൽ ഫുൾ അടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു തലവേദന അടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നോമിനേഷൻ ഇന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷൻ ചെയ്ത് ഇനിയിപ്പം ആള് ഔട്ടാക്കൂലെന്ന് അറിയില്ല. കഴിഞ്ഞ സീസണില് ഈ ഔട്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ച തന്നെ. പക്ഷെ ഈ ആഴ്ച അങ്ങനെ വേണ്ട എന്നാണ് ഒരു അഭിപ്രായം. എങ്കിലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ 1 ബിഗ് ബോസ് റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മുടെ ഡേ 1 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലോഞ്ചിങ് എപ്പിസോഡിന്റെ നൈറ്റില് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതായത് നമ്മളെ എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റാർ ബാഡ്ജ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കിട്ടിയതില് ആര്യന് കിട്ടി, അതേപോലെ ഷാനവാസിന് കിട്ടി, ബെന്നി. അപ്പൊ ഇവർക്ക് 3 പേർക്കും കിട്ടിയത് മറ്റുള്ളവർക്ക് അവരുടെ പേഴ്സണൽ ഐറ്റംസ് എടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റാർ കരസ്ഥമാക്കിയെങ്കിലേ പറ്റൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അടി ഈ രാത്രി തന്നെ, അതായത് ലോഞ്ചിങ് എപ്പിസോഡിന്റെ രാത്രി തന്നെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചും പറിച്ചൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഷാനവാസും അനീഷും ആയിരുന്നു കേട്ടോ. അതായത് ഷാനവാസിന്റെ പുറകെ അനീഷ് പുറകെ നടന്ന് എടുക്കാൻ നോക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്ത് എടുക്കാനായിട്ട് നോക്കുമായിരുന്നു. നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് വാങ്ങാൻ, അതായത് എന്നാ നീ എടുത്തോണ്ട് പോ എന്ന രീതിയിൽ കൊടുക്കണ രീതിയിൽ ശല്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് അതിൽ നല്ല രീതിയിൽ പ്രൊവോക്കായി. എന്നിട്ട് ഷാനവാസ് കൊണ്ടുവന്ന് കൊടുത്തത് നമ്മുടെ ഒണിയൽ സാബുനാണ് കേട്ടോ. സാബുന കൊടുത്തത്. എന്നാലും കാര്യമില്ല, അനീഷിന് കൊടുക്കത്തില്ല എന്നുള്ളത്. അതെ, അല്ല അവിടെ തന്നെ അവര് തമ്മിൽ ചെറിയ അനീഷും ഷാനവാസും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഷാനവാസിന്റെ മുഖമൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ചെറിയ രീതിയിൽ ചൊറിയുമ്പോ പ്രവോക്ക് ആവുന്ന ചില ടീമുകളുണ്ടല്ലോ, അതേപോലെ ഒരാളാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടിങ് ചെറിയ രീതിയിൽ അവർ തമ്മിൽ ഒരു ക്ലാഷ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് കണ്ടിന്യൂ ആവുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നെ ഗേൾസിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവര് എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മലന്നും കടന്നും ഒക്കെ ഗിസയിലൊക്കെ വാങ്ങിയെടുത്തു. പിന്നെ അവിടുന്ന് എടുക്കാൻ നോക്കി. പക്ഷെ ഇതിൽ നിന്ന് വിട്ടു നിന്നത് രേണുസുതി മാത്രമാണ്. അനുവും അധികം അല്ല, അതൊക്കെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോ നോമിനേഷൻ തന്നെ ഇവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതിപ്പോ ലാസ്റ്റ് അടി കൂടി പോകുന്നതിന്റെ പേരില് ഈ ബിഗ് ബോസ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഇങ്ങനെയല്ല ടാസ്ക് ഉദ്ദേശിച്ചത്, നമുക്കിത് പിന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് കാരണം ഇത് നിക്കില്ലല്ലോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവില്ലേ, അപ്പൊ ഇത് നിർത്തണമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാരും പുതിയ സമാധാനമായിട്ട് ലൈവില് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. എല്ലാരും കിടന്നുറങ്ങിയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ തുടങ്ങുന്നത് അടുത്ത ദിവസം 11:50 ആ ഒരു ടൈമിലാണ് പിന്നെ തുടങ്ങുന്നത്. അത് എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടെ ലിവിംഗ് റൂമിൽ സോഫയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ബിഗ് ബോസ് സംസാരിക്കുന്നതായിട്ടാണ്. അത് ബിഗ് ബോസ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പണിപ്പുര കൊടുത്തേക്കുന്നത് തന്നെ ഇവർക്ക് സാധനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. അപ്പം ഇവര് എന്ത് ചെയ്ത് ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഐറ്റം എല്ലാം എടുത്തിട്ട് ഇവര് മേക്കപ്പ് അങ്ങ് ഇടുക. അപ്പൊ അത് റോള് ലംഘിക്കായിരുന്നു. അതപ്പോ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ എല്ലാ ഗേൾസും ഉണ്ട്. എല്ലാരും എണീറ്റ് നിൽപ്പുണ്ട്. നെവിനും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഇവരുടെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലോ. എല്ലാം ഇവരുടെ സാധനങ്ങളും ഈ പണിപ്പുര റൂമിൽ അടച്ചു വെച്ചേക്കാണ്. അപ്പോ ഇവര് ഈ കാണുന്നതെല്ലാം എടുത്തിട്ടു. അപ്പൊ അവിടെയും ചെറിയ രീതിയിൽ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. അപ്പം ഇത്രയും പേര് എടുക്കുന്നതിന്റെ ഇടയിൽ ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശൈത്യ എണീറ്റ് വന്നിട്ട് ഞാൻ അത് എല്ലായിടത്തും പറഞ്ഞായിരുന്നു, എടുക്കരുതായിരുന്നു. എന്നാ ഈ എടുത്ത കൂട്ടത്തിൽ ശൈത്യയും ഉണ്ട്. അപ്പൊ ആ ഒരു സംസാരം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ തന്നെ അനീഷ് പറഞ്ഞു, അനീഷ് ഭയങ്കരമായിട്ട് അനീഷ് ചെയ്യുന്നുണ്ട്, അത് പറയാൻ പാടില്ല. എടുത്തിട്ട് പിന്നെ വന്നിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ കാര്യമില്ലല്ലോ. ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് ചെയ്ത ആൾ തന്നെ പറയുന്നത് ശരിയല്ല. അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് അത് ശരിയായില്ല, എന്നാ പിന്നെ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അനീഷിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. കാരണം അനീഷിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് തോന്നുന്നു. അതായത്
ഈ ഒരു കാര്യമല്ല, അഭിപ്രായം മാത്രമല്ല, എല്ലാ കാര്യവും ആള് ഇപ്പൊ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കില്ല. എല്ലാം ഇങ്ങനെ ഒരു 100 വട്ടം, ഒരു 10 വട്ടം തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ലാസ്റ്റ് സഹി ഇട്ടിട്ട് ശൈത്യ ഇരുന്നു. പിന്നെ അതും ശൈത്യ പറയേണ്ട കാര്യമില്ല, കാരണം യൂസ് ചെയ്യരുതായിരുന്നു. എന്നാ പിന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു, ബാക്കിയുള്ളവർ ഇട്ട് കൊടുക്കുന്ന അത് ശരിയല്ല. അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല എല്ലാവർക്കും. അത് പിന്നീട് പുള്ളിക്കാരിക്ക് തന്നെ നോമിനേഷനിൽ പണിയാവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് ചെയ്യാനും പാടില്ലല്ലോ അങ്ങനെ. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് സ്റ്റാർ ബാൻഡ് ആരുടെ കയ്യിലായി ഇരിക്കുന്നതെന്ന്. അതിപ്പം ഇവര് 3 പേരുടെ കയ്യിൽ, അതായത് നോറ, ഗിസൈൽ, ആര്യൻ, ഇവരുടെ 3. ആര്യൻ അത് അപ്പോഴും കയ്യിൽ തന്നെ ഉണ്ട്. ആര്യന്റെ ആർക്കും മേടിക്കാൻ പറ്റിയില്ല. നല്ലോണം പ്ലേ ചെയ്തിട്ടുണ്ട്, കുറെ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആര്യൻ ഇടയ്ക്ക് ബാത്റൂമിലൊക്കെ കയറാനൊക്കെ നോക്കി, അത് ഫൗളായി പോയി. പിന്നെ ബാക്കിയുള്ളവര് നോറയാണെങ്കിൽ നല്ല രീതിക്ക് പ്ലേ ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ ഗിസൈലും നല്ല രീതിക്ക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഗിസൈലും. അപ്പോ അത് ബാൻഡ് കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ ടാസ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് അതൊരു കാര്യമായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അതില് അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഷേവിംഗ് ഫോം ആൻഡ് പേപ്പർ പ്ലേറ്റ്സ് എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അത് ഏകദേശം ഒരു 1 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു ടാസ്ക് നടക്കുന്നത്. അതും വളരെ രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കാരണം 7ന്റെ പണി എന്ന് പറയുന്നത് അവിടെ കിട്ടുകയും ചെയ്തു എല്ലാവർക്കും. ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് ആദ്യത്തെ ആഴ്ച തന്നെ കൊടുക്കുന്നത്, ബിഗ് ബോസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോ അത് ഈ എന്താണ് ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അവിടെ ഒരു പേപ്പർ പ്ലേറ്റിനകത്ത് കുറച്ച് ഈ ഷേവിംഗ് ഫോം വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് അവരുടെ മുഖത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. തേച്ച് വിടാ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത അതിന്റെ റീസണും കൂടെ പറയാ എന്നുള്ളതാണ് കേട്ടോ ആ ഒരു ടാസ്ക്. അപ്പൊ അതിൽ ആദ്യം വന്നത് നമ്മുടെ അനീഷാണ് കേട്ടോ. അനീഷ് നമ്മുടെ ശാരികയാണ് ആ ഒരു സംഭവം താല്പര്യമില്ല, ക്യാപ്റ്റൻ ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതിന് റീസൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ശാരിക അങ്ങാണ്ട് തലേ ദിവസം രാത്രി ഈ അനീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ഷാരിക എന്ന് പറയുന്ന ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവർ ആണല്ലോ, ഒരു ചാനലിലൊക്കെ ആള് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ ആ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജനങ്ങളെ പറ്റിക്കല്ലേ നിങ്ങൾ അങ്ങനെ എന്നാണ് ക്യാരക്ടർ അത്ര അങ്ങനെ പറ്റിക്കുന്നു എന്ന രീതിയിലാണ് അനീഷ് പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല എന്നാണ്, പുറത്തുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പുറത്തുള്ളതെന്ന് പറയാൻ പറ്റൂലല്ലോ, അകത്ത് അതിനെ കുറിച്ച് സംസാരിച്ച കാര്യമാണല്ലോ. അപ്പൊ അല്ല, അതിന് ശാരിക നല്ലൊരു ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അത് അവർക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താ എടുത്തിട്ട് പറയാ അവിടെ, വേറെ എന്തിട്ട് പറയാ. അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോം ഇങ്ങനെ മുഖത്ത് തേച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് റിപ്ലൈ ആള് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ അതായിരുന്നു ആദ്യത്തെ റീസൺ. പിന്നെ അടുത്തത് അഭിലാഷാണ് കേട്ടോ. അഭിലാഷ് വന്നിട്ട് അക്ബറിനെയാണ് ഈ ഒരു ഫോമിങ്, അതായത് ഈ ക്യാപ്റ്റൻ ആവാൻ ശരി അല്ല എന്ന് പറയുന്നത്. അതായത് സംസാരിക്കുന്നത് കേൾക്കാൻ പോലും റെഡി അല്ലാത്ത ഒരാള് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു പറയുന്നത്. അതെ, ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നല്ല അടുത്ത് നവീൻ ആയിരുന്നു കേട്ടോ. നവീൻ വന്നിട്ട് പറയുന്നത് നമ്മുടെ അനീഷിനെയാണ്. സെയിം റീസൺ തന്നെയാണ് എല്ലാവരും കുറച്ചു പേര് അനീഷിനെ പറഞ്ഞത് കേട്ടോ. പിന്നെ നോറ വന്നിട്ട് പറഞ്ഞത് അനീഷിനെയാണ്. സെയിം റീസൺ തന്നെ, പറയുന്ന കേൾക്കുന്നില്ല, പിന്നെ ആരോടും മിണ്ടാതെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആരോടും അധികം അങ്ങനെ ചിലയിടത്ത് മിണ്ടുന്നതാണെങ്കിലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വട്ടം അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും, മറ്റുള്ളവർ പറയുന്ന കേൾക്കത്തുകൂടിയില്ല. അതാ അവളുടെ ഒരു ഫോൾട്ട്. പിന്നെ RJ നമ്മുടെ ബിൻസി വന്നിട്ടും അനീഷിനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അനീഷ് കുറെ വാരി കൂട്ടും. അതെ. അടുത്തത് ഗിസൽ തക്രലാണ് വന്നത്. നമ്മുടെ രേണുസുധിയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരെ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല, അതേപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അതായത് ആ ടാസ്ക് ഒന്നും നല്ലോണം ചെയ്യാതെ മാറിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരുടെ പേര് പറഞ്ഞത്. പിന്നെ നമ്മുടെ സാരിക വന്നിട്ട് അനീഷിന്റെ പേരാണ് കേട്ടോ പറഞ്ഞത്. റീസൺ ഒക്കെ അനീഷിന്റെ സെയിം ആണ്. അതായത് ആര് പറയുന്ന ലിസൺ ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുന്നു, ഇതൊക്കെ തന്നെ റീസൺ കേട്ടോ. പിന്നെ റന ഫാത്തിമ വന്നിട്ട് പറഞ്ഞത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ, ആളെയാണ് പറഞ്ഞത്. കാരണം ആളെ ഏജ് വെച്ചിട്ട് എല്ലാവരെയും ഏജ് കൂടുതലാണ്, അപ്പൊ റെസ്പെക്ട് ചെയ്യണം ആ ഒരു രീതി. പിന്നെ നല്ല ഏജിൻ്റെതായിട്ടുള്ള
കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ബിഗ് ബോസിൽ അത് നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്നത് ശരിയല്ല, എല്ലാവരും അതെ. പിന്നെ ശൈത്യ വന്നിട്ട് ആദിൽ നൂറയാണ് പറയുന്നത് ആക്റ്റീവ് അല്ല എന്നുള്ള ഒരു റീസൺ ആണ് പറയുന്നത്. നമുക്ക് കണ്ടപ്പോ തോന്നി അത്ര വലിയ ആക്റ്റീവ് ആയിട്ട് തോന്നില്ല, ചിലയിടത്ത് മാത്രം നല്ല രീതിക്ക് മിണ്ടുന്നുണ്ട്. പിന്നെ അനു വന്നിട്ട് സെയിം അനീഷിന് തന്നെ പറയുന്നുണ്ട് റീസൺ മിങ്കിൾ അല്ല എന്നുള്ള സംഭവമാണ്. പിന്നെ ബിന്നി വന്നിട്ട് ശൈത്യാണ് പറയുന്നത് ടാസ്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഷാരിക വന്നിട്ട് അനീഷിന് പറയുന്നുണ്ട്, അതായത് ഇവിടുത്തെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അനീഷ് പറഞ്ഞില്ലേ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് പലരും പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞതിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മുടെ ഷാരിക വന്നിട്ട് അനീഷിനെ പറയുന്നത്. അപ്പൊ എന്താണ് ഷാരിക പറയുന്നതെന്ന് വെച്ചാൽ പലതും ഈ ഹോട്ട് സീറ്റ് ആണല്ലോ, അപ്പൊ പല കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ചൊന്ന് റൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് ഇവർക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ വരുന്ന അല്ല മിക്ക ഇന്റർവ്യൂ അങ്ങനെയൊക്കെ തന്നെയാണ്, അവരുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണിച്ചിട്ടൊക്കെ ഇവർ അവർക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. അത് ആളുടെ ജോലിയാണ്, അതിൽ ആൾ സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ അങ്ങനെയുള്ളവരാ പോകുന്നതും, അതെ, അല്ലാതെ വേറൊന്നുമല്ല, അങ്ങനെയുള്ളവർ തന്നെ പോകുന്നത്. അപ്പൊ അത് ഒരു കുറ്റം എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഷാരിക അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അനീഷിന് ഫോം തേച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആര്യൻ വന്നിട്ട് 100 ആദിലിനെയാണ്, അതായത് മേക്കപ്പിന്റെ ആ ഒരു റൂൾസ് ഉണ്ടല്ലോ, ഈ ലിപ്സ്റ്റിക് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് ആദ്യം ഈ ഒരു ആദിലായിരുന്നു ബ്രേക്ക് ചെയ്തത്. അപ്പൊ അതിനാണ് ആളെ പറയുന്നത്. പിന്നെ അപ്പാനി ശരത്ത് വന്നിട്ട് റേണുവിനെ പറയുന്നുണ്ട് സെയിം ടാസ്കിൽ ഇൻട്രസ്റ്റ് അല്ല എന്നുള്ള കാര്യമാണ്. പിന്നെ ഷാനവാസ് വന്നിട്ട് അനൂനെയാണ് പറയുന്നത്, അതൊരു വെറൈറ്റി റീസൺ ആയിരുന്നു, വർക്കൗട്ട് ശരിയാ. ഷാനവാസിന്റെ അടുത്ത് അനുമോള് വന്നിട്ട് വർക്കൗട്ട് സ്ട്രെച്ചിങ് എന്തോ പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യുന്നതിനെ കണ്ട് കൂടെ നിന്ന്, അപ്പൊ അത് ഫുൾ ആയിട്ട് ചെയ്തില്ല, പകുതിക്ക് വെച്ച ആള് നിർത്തിയിട്ട് പോയി. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെയാണ് ക്യാപ്റ്റൻ ആയിട്ട് എടുക്കുന്നത്, ആ ഒരു രീതിയിൽ എന്ത് കാര്യമായാലും പകുതിക്ക് വെച്ച് നിർത്തിട്ട് ആദ്യമേ ഇങ്ങനെ വർക്കൗട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഒരു റീസൺ ആണ്, പക്ഷെ ആള് പറയുന്ന കാര്യമാണ്. കാരണം ഇതില് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാത്ത ഒരാൾ പിന്നെ ഇങ്ങനെ മറ്റേ കാര്യം കംപ്ലീറ്റ് ചെയ്യില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം പേഴ്സണൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പോയത്, നിർത്തിയിട്ട് പോയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അല്ല അത് റീസൺ ഇത് കൊള്ളാം, വർക്കൗട്ട് അല്ല എന്തൊരു കാര്യമായാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ടാസ്ക് ആർക്കായാലും എന്ത് പറഞ്ഞു നോമിനേറ്റ് ചെയ്യാം. പിന്നെ മുൻഷി രഞ്ജിത്ത് വന്നിട്ട് പറഞ്ഞത് അനീഷിനാണ് കേട്ടോ, റൂൾ ബുക്ക് വായിക്കുമ്പോൾ പോലും ആൾ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നുള്ളൊക്കെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ റേണു വന്നിട്ട് റെന ഫാത്തിമയാണ് പറഞ്ഞത്, അതെന്താന്ന് വെച്ചാല് ഈ ഷാരികയും രേണുവും കൂടെ നൈറ്റ് ഇവരുടെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബാഡ്ജിന്റെ കാര്യത്തിൽ, അതായത് തലേന്ന് നൈറ്റ് ഉണ്ടായിരുന്ന ബാഡ്ജിന്റെ കാര്യത്തിൽ ഒരുപാട് ഇങ്ങനെ അടിയും വഴക്കമായി പോകുന്ന സമയത്ത് ബിഗ് ബോസിനോട് പോയി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ റെന ഫാത്തിമ വന്നിട്ട് ചോദിച്ചു എന്തിനാ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നത്, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് വന്ന് തടഞ്ഞു. അപ്പൊ രേണുസുതി പറയണത് എന്താന്ന് വെച്ചാൽ അങ്ങനെ തടയേണ്ട കാര്യം റെന ഫാത്തിമയ്ക്ക് ഇല്ല, കാരണം അവരുടെ കാര്യമാണല്ലോ അവരെന്ത് പറയണമെന്നുള്ളത്. അപ്പൊ അതിന് രേണു ഇങ്ങനെ റെന ഫാത്തിമയാണ്, അതും നല്ലൊരു റീസൺ ആണ്. കാരണം എല്ലാവരും സെയിം വന്നിട്ട് അന്വേഷണം. പിന്നെ രേണുവിന്റെ കൊള്ളാല്ലേ ടാസ്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത അക്ബർ വന്നിട്ട് പറഞ്ഞത് അനൂനെയാണ് കേട്ടോ. അത് റീസൺ ആള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ അധികം എനർജി എടുക്കുന്നില്ലെന്ന് തലേന്നത്തെ ആ ഒരു ബാച്ച് ടാസ്കിൽ അനു പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ആക്റ്റീവ് എല്ലാ ദിവസവും കളിക്കണം, ഓരോ ടൈമും വിലപ്പെട്ടതാ. ബിഗ് ബോസിന് മാക്സിമം ഈ 24 hour കണ്ടന്റ് അവര് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്പേസാ. അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കണം. പിന്നെ ഒണിയൽ സാബു വന്നിട്ട് പറഞ്ഞത് അനീഷിനാണ്, ജഡ്ജ്മെന്റൽ ആണ്. സെയിം എല്ലാരും അനീഷിന് പറഞ്ഞ സെയിം റീസൺ ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെയാണ് ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് വരുന്നത് ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് പറയാ ഇത് ബിഗ് ബോസ് ആണ്, സീസൺ 7 ആണ്, 7 പണിയാണ് തരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കുറവുള്ളവര് എണീക്കാൻ പറഞ്ഞു, കുറവ് ഫോം വന്നവര്, അങ്ങനെ എല്ലാവരും എണീറ്റ്, ഷാനവാസം അങ്ങനെ ഉൾപ്പെടെ കുറെ പേര് എണീറ്റ്. അപ്പൊ കൂടുതൽ കിട്ടിയവർ ഇരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനീഷ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിലത്തെ അനീഷാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാരും ഞെട്ടി. ഒരു ഭൂരിഭാഗം ആൾക്കാർ അനീഷിന് കിട്ടരുത്, ക്യാപ്റ്റൻസി കിട്ടരുത് എന്നുള്ള ഒരു മൈൻഡ് ഇരിക്കുമായിരുന്നു. അപ്പം ബിഗ് ബോസിനും ഈ തവണത്തെ സീസൺ അതാണ് ഒരു പ്രത്യേകത. ഇവര് ബിഗ് ബോസുകാരെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അവർക്ക്, അതാണ് ഇവര് പ്ലേറ്റ് തിരിച്ചത്. കണ്ടന്റുകൾ ശരിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്യാപ്റ്റൻ ആയത് നമ്മുടെ അനീഷാണ്.
അപ്പൊ അതൊക്കെ കഴിഞ്ഞ ഒരു 3:25 കേട്ടോ ടൈം. ആ ഒരു ടൈമിലാണ് ഇവിടെ അടി പൊട്ടുന്നത്. അടിയോടടി അതെ, ഈ സത്യം പറഞ്ഞ ഈ ക്യാപ്റ്റൻ, ഞാൻ വിചാരിച്ചത് ഈ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ് അനീഷ് ആയി കഴിയുമ്പോൾ അതുമായിട്ട് ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എഴുതിയ അതിലും വലിയ അമിട്ട് അവിടെ പൊട്ടിട്ടോ. അപ്പോ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ രേണു സുധി, പിന്നെ അപ്പാനി ശരത്തും ഷാനവാസ്, പിന്നെയാണ് അഭിലാഷ്. ഇവര് 3 പേരാണ് ആദ്യത്തെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തതിന് ശേഷം 3:25 നമ്മുടെ രേണുസുധിയും അഭിലാഷും രണ ഫാത്തിമയും കൂടി വെളിയിലിരുന്ന് സംസാരിക്കുകയാണ്, ഊഞ്ഞാലാടിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവർ ഈ ബിഗ് ബോസ് അവലോകനം നമ്മൾ വെളിയിരുന്ന് ചെയ്യുന്നത് അവരകത്തിരുന്ന് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. അവിടെയുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് ഗെയിം പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ രേണുസുധി എടുത്ത് പറയുന്നുണ്ടോ, നമ്മള് ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചാണ് നിൽക്കുന്നതെന്ന് ആദ്യം പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അഭിലാഷ് പറയുന്നുണ്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ രണ്ടാഴ്ച വരെയൊക്കെ അപ്പോഴത്തേക്ക് ആള് പ്ലേറ്റ് മാറ്റിട്ടോ, എന്റെ ഇത് വല്ലതും പിടിച്ചോ പുറത്തിനി ഞാൻ ഉള്ള അഭിനയാണെന്ന് പറഞ്ഞു. അതെ, ആള് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാനൊന്നും പറ്റില്ല, റിയൽ ക്യാരക്ടർ പുറത്ത് വരുമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ ചെറിയ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒരു 4:25 മണി ആയതോട് കൂടിയിട്ടേക്ക് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു. നമ്മുടെ ഈ സീസണിൽ ഒരു പ്രത്യേകത പണിപ്പുര എന്ന് പറഞ്ഞ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, പണിപ്പുര എന്ന് പറഞ്ഞൊരു റൂം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാല്, നമുക്ക് മുന്നേ ഒക്കെ ഉള്ള ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ മുന്നേ ഒക്കെ ഉള്ള സീസണിൽ ഇവർക്ക് ലക്ഷറി ഐറ്റംസ് കിട്ടുമായിരുന്നു. അതായത് നമ്മുടെ ഈ കോഫി പൗഡർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഓൾറെഡി ഉണ്ട്. ഇത് ലക്ഷറി ഐറ്റംസ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ ചിക്കൻ അങ്ങനെയൊക്കെ കുറെ കാര്യം. കഴിഞ്ഞ ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല, അഖിൽമാരാന്റെ മട്ടൻ കറിയൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു, അവരുടെ ബിരിയാണി ഇതൊക്കെ ചിക്കനൊക്കെ എടുത്ത് ഫേമസ് ആയിരുന്നു. അപ്പൊ അതേപോലെ ലക്ഷറി ഐറ്റംസ് ഇവര് ടാസ്ക് ചെയ്തിട്ടായിരുന്നല്ലോ ആ പോയിന്റ്സിലായിരുന്നു വാങ്ങുന്നത്. ഈ വെട്ടം എങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബോർഡിൽ എഴുതലും കാര്യങ്ങളും ഒന്നും അല്ല ലക്ഷറി ഐറ്റംസ്. ഇതെല്ലാം ഈ പണിപ്പുര എന്ന് പറഞ്ഞ ഈ റൂമിൽ വെച്ച് പൂട്ടിയേക്കോ, ഇവരുടെ പെട്ടിയും ഈ ലക്ഷറി സാധനങ്ങളും എല്ലാം. അതെ, അതിന്റെ റൂൾസും കാര്യങ്ങളാണ് പറയണം. പിന്നെ മാത്രമല്ല ഇവർക്ക് ഈ റേഷൻ വേറെയാണ് കേട്ടോ. റേഷൻ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ ഇവർക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അതല്ലാതെ ഈ ഇവര് കളിക്കുന്ന പോയിന്റ്സിൽ, അതായത് ആഴ്ചയിൽ ടാസ്കിൽ കളിക്കുന്ന പോയിന്റ്സിലും വാങ്ങുന്ന കാര്യങ്ങളാണ് ഇവരുടെ ലക്ഷറി ഐറ്റംസ് കേട്ടോ. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ റൂൾസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇവരുടെ ലക്ഷറി സാധനങ്ങളെല്ലാം ഓരോരോ കളറിലാണ്, ഒരു കളർ പാക്കറ്റിലാണ് ഇവർ വെച്ചേക്കുന്നത്. പിങ്ക് പാക്കറ്റിൽ എന്ന് പറയുന്നത് ലക്ഷറി സാധനങ്ങൾ വരും. അതേപോലെ തന്നെ ഒരു ബ്രൗണില് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓർണമെന്റ്സും കാര്യങ്ങളും ഏത് കളറിലാണ് വരുന്നത്? ഓർണമെന്റ്സ് ഗ്രീൻ ഓർണമെന്റ്സ് വരുന്നത്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഓരോ വട്ടവും ടാസ്ക് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് സാധനങ്ങൾ എടുക്കേണ്ടത്. ഓരോ ആഴ്ചയിലെയും ലക്ഷറി ബഡ്ജറ്റ് കിട്ടുന്ന ഇത് വെച്ചിട്ട് ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ റൂൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അതായത് ഓരോ വീക്കിലും ആ വീക്കിലെ ലക്ഷറി പോയിന്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ ക്യാൻസൽ ആയി പോകും. പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് വേണോ അതോ ലക്ഷറി സാധനങ്ങൾ വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ വട്ടം ഇല്ലാത്തൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ വട്ടം ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ലക്ഷറി ഐറ്റംസ് മാത്രം എടുത്താൽ മതി. പക്ഷെ ഇത് ഭയങ്കര ടഫാണ് കേട്ടോ. കാരണം അവർക്ക് ഡെയിലി എസെൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഡ്രസ്സ് സഹിതം, അതായത് എല്ലാം അവിടെ ആകെ 1-2 ഡ്രസ്സോ യൂണിഫോമോ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അപ്പൊ ഈ സാധനം എടുക്കണോ ലക്ഷറി ഐറ്റംസ് എടുക്കണോ എന്നുള്ളത് ഭയങ്കര ഒരു ടഫ് കാര്യമായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ആഴ്ചയിൽ 2 ടൈം മാത്രമേ അവർക്ക് അതിൽ കയറാൻ പറ്റത്തുള്ളൂ. ഈ റൂമിൽ, ഈ പണിപ്പുര എന്ന് പറഞ്ഞ റൂമിൽ 2 വട്ടേ കയറാൻ പറ്റുള്ളൂ. ഈ ടാസ്ക് ചെയ്തിട്ട് പോയിന്റ്സ് കൊണ്ടിട്ടായിരിക്കും 2 ടാസ്ക് അല്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉള്ളത്. ലക്ഷറി ടാസ്ക് 2 കുറെ കാണുമായിരിക്കും തോന്നുന്നു. അതെ, അല്ലെങ്കിൽ ഓരോ ടാസ്ക് കഴിയുമ്പോൾ അതിന്റെ പോയിന്റ്സ് വെച്ചിട്ട് കയറാൻ പറ്റുമോ? ചിലപ്പോൾ വീക്കിലി ടാസ്ക് ആയിരിക്കും ഇത് കൂടുതലും ഉൾപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. അതെ, അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിങ്ക് പാക്കറ്റ്, ഗ്രീൻ പാക്കറ്റ്, ബ്രൗൺ പാക്കറ്റ് ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഓരോ പാക്കറ്റ് കളർ അനുസരിച്ചായിരിക്കും ഓരോന്ന് സാധനങ്ങളും വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വന്തമായിട്ടോ അത് മറ്റുള്ളവർക്കോ എടുക്കാൻ പറ്റും. അതിപ്പോ ഞാൻ കയറിയിട്ട് എനിക്ക് വേണ്ടിയിട്ടോ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ വട്ടം. പിന്നെ അതേപോലെ ടൈം ഉണ്ട്. ഓരോ കൂടുതൽ ടൈം ആയി കഴിഞ്ഞാൽ എടുക്കുന്നതിന് ഒരു ടൈം ഉണ്ട്. ആ ടൈം ആയി കഴിഞ്ഞാൽ ഫുള്ള് ക്യാൻസൽ ആയി പോകും. അത് മുമ്പും ഉണ്ടായിരുന്നു. 2 ബാസ്ക്കറ്റും ഉണ്ട്. നിങ്ങളുടെ സാധനങ്ങളാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളിൽ ഇടുക, ഇനിയിപ്പോ മറ്റുള്ളവരുടെ സാധനങ്ങളാണെങ്കിൽ വേറെ ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ള 2 ബാസ്ക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പെയർ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ ഒരു ഡ്രസ്സ്
എടുത്തു കഴിഞ്ഞപ്പോ എന്റെ ഷർട്ടോ അല്ലെങ്കിൽ പാന്റും കൂടെ ആണെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അല്ല ഒരു വട്ടം മാത്രമാണെങ്കിൽ അത് എടുക്കാൻ പറ്റത്തില്ല, അത് അവിടെ വെച്ചേക്കാം. അവരുടെ യൂണിഫോം അവർക്ക് ഓൾറെഡി കൊടുക്കുമല്ലോ. ഇപ്പൊ എനിക്കൊരു ഷർട്ട് മാത്രം മതി, താഴത്തെ പാൻസ് ഞാൻ അത് ഇടാന്ന് വെച്ചാൽ നടക്കില്ല. അതേപോലെ ചെരുപ്പാണെങ്കിലും 2 ജോഡി കറക്റ്റ് ആയിട്ട് എടുക്കുക, കമ്മലാണെങ്കിലും 2 ജോഡി കറക്റ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ പെയറായിട്ടുള്ളത് മാത്രമേ എടുത്താലേ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് റദ്ദാക്കും കേട്ടോ. അതേപോലെ തന്നെ എറിഞ്ഞു കൊടുക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. അവിടെ ടാസ്കിനകത്ത് അവിടെ കയറി ചെന്നിട്ട് എറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് കൈമാറ്റം ചെയ്യാനോ അങ്ങനെയൊന്നും നടക്കത്തില്ല. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആയിരിക്കും ലാസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നതും നോക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതെല്ലാം ക്യാപ്റ്റൻ ആയിരിക്കും. ക്യാപ്റ്റന്റെ അണ്ടറിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത്രയാണ് റൂള്. നമുക്ക് തന്നെ ഇത്ര റൂള് കേട്ടപ്പോൾ തന്നെ തല പൊട്ടത്. അപ്പൊ അവിടെ ഉള്ളവരുടെ ഡ്രസ്സിന്റെയും സാധനങ്ങളുടെയും കാര്യങ്ങളാണ്. അപ്പൊ അവരെന്തോരം ടെൻഷനാവും. പക്ഷെ ഈ എല്ലാം കൂടി ടെൻഷൻ എല്ലാം കൂടി ചേർന്ന് ബ്ലാസ്റ്റ് ആയിട്ടാണ് വലിയ അടിയും കാര്യങ്ങളും ഇനിയും ഉണ്ടാവാൻ പോകുന്നത്. അതിനുള്ള ഒരു ഐഡിയ ആണ് ബിഗ് ബോസ് ഇത്തവണ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. പക്ഷെ മെയിൻ ആയിട്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെല്ലാം ഡ്രസ്സും കൊണ്ട് വരുന്നവരാണ് ഡ്രസ്സൊക്കെ ഇടണോന്ന് കരുതിയിട്ട്. അതെ, അപ്പൊ അത് ഈ ഭയങ്കര ഒരു റെസ്ട്രിക്ഷൻസ് വരുമ്പോ ഭയങ്കര ഇതായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് റൂൾസ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ അനീഷ് ഒരു 4:50 ആയപ്പോഴത്തേക്ക് അനീഷ് ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് റെസ്പെക്ട്, ഞാൻ എല്ലാവർക്കും റെസ്പെക്ട് തരും, പക്ഷെ നിങ്ങൾ എനിക്ക് റെസ്പെക്ട് തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, ഞാൻ വാങ്ങിയിരിക്കും. അപ്പോഴും കളിയാക്കി എല്ലാവരും ഫ്രണ്ട് റോയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. കാരണം നോമിനേഷൻ ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ അതിനെല്ലാവരും ഇരിക്കുന്ന ടൈമിലായിരുന്നു ഈ ഒരു ചർച്ച. അതെ, എനിക്ക് നിങ്ങൾ തരണം. അപ്പോഴും ബാക്കിയുള്ളവർ ചോദിക്കുന്നു, റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടല്ലോ. അത് ശരിക്കും നമുക്ക് തോന്നുന്നില്ല, അതൊന്നും പറ്റില്ല, എനിക്ക് റെസ്പെക്ട് പറ്റത്തുള്ളൂ എന്നുള്ള കോമഡി ആയിരുന്നു, രസമുണ്ടായിരുന്നു. അതെ, അനീഷ് സത്യമാണ് ഒരു എന്റർടൈനർ ആണ് കേട്ടോ, നല്ല രീതിയിൽ. ചില നേരത്ത് നമുക്ക് തന്നെ എനിക്ക് തന്നെ ചില നേരത്ത് ഇനി അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ വന്നപ്പോ എനിക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നിയിട്ട് എന്തുവാ ഇത് എന്ന് തോന്നിയത് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോഴേ ഇങ്ങനെ അവിടെ അകത്തുള്ളവരുടെ അവസ്ഥ. അതെ, കഴിഞ്ഞ വട്ടത്തെ ആ ഒരു രതീഷ് ആളുടെ ഒരു മെയിൻ ഒരു ഇതായിട്ട് തന്നെ. അല്ല, നമുക്ക് ഇത് വെളിയിൽ നോക്കുമ്പോൾ ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചിലതൊക്കെ കോമഡി ആയിട്ട് തോന്നും, ചിലതൊക്കെ സീരിയസ് ആയിട്ട് തോന്നും. പക്ഷെ അവിടെ അകത്തുള്ളവർക്ക് അത് കോമഡി ആയിട്ട് കൂടി തോന്നത്തില്ല. ഒന്നാമതേ അവിടെ എല്ലാവരും നല്ല ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്ന കണക്കായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്. കാരണം പുറത്ത് ഒരു ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജയിലിനകത്ത് കൊണ്ടിട്ട ഫീലിംഗ് ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സൂപ്പർ. അതെ, അപ്പൊ ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞു. ഒരു 4:55 ആയപ്പോഴത്തേക്ക് നോമിനേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ ആർക്കും പറ്റും. നോമിനേഷന് മുമ്പ് ചിലവർക്കൊക്കെ അങ്ങ് തലവേദന തുടങ്ങി, എല്ലാരും ഒന്ന് അറിയിച്ചു എനിക്ക് തലവേദന. ആ ഒരു സമയത്ത് അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. രേണുസുതി കിടക്കുകയാണ്, തലവേദന തുടങ്ങി. നമ്മുടെ നോമിനേഷൻ ടൈമാന്ന് മനസ്സിലായി. അതെ, ഷാനവാസും ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഷാനവാസിനും തലവേദനയാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് തലവേദന. ഇതിനെ തുടർന്ന് പിന്നീടുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം നോമിനേഷൻ ആരൊക്കെയാണ്, ആരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ ആദ്യത്തേത് പറഞ്ഞാല് അനു ആണ് കേട്ടോ. അനു ചെയ്തത് ഗിസേൽ തക്രലിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. റീസൺ പറയുന്നത് മാറിയിരിക്കുന്നു, മിങ്കിൾ അല്ല എന്നൊക്കെ ഉള്ള റീസൺ. ലാംഗ്വേജ് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പൊ അതിന്റെ ആയിരിക്കാം. അതെ, പിന്നെ മുൻഷി നമ്മുടെ രഞ്ജിത്തിനെയാണ് ആള് ചെയ്തേക്കുന്നത്. ആൾക്ക് ഏജിന്റേതായ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. എപ്പോഴും വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനു ചെയ്തത്. പിന്നെ അടുത്തതായിട്ട് ആര്യനാണ് കേട്ടോ വന്നത്. ആര്യൻ വന്നിട്ട് ശൈത്യയും നെവിനെയാണ് ചെയ്തത്. ശൈത്യയുടെ റീസൺ പറഞ്ഞത് സംസാര രീതി കുറച്ചു ഇതായിട്ട് തോന്നി. അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റേ ആ മേക്കപ്പിന്റെ കാര്യത്തിൽ എനിക്ക് സെൽഫിഷ് ആയിട്ട് അത് കുറെ പേര് നോമിനേറ്റ് ചെയ്തു കേട്ടോ. അതായത് ചോദിച്ചു വാങ്ങിയതാ. നോമിനേഷന് മുമ്പ് ആവശ്യമില്ലാതെ എല്ലാരും ചൊറിഞ്ഞു വാങ്ങിയ കണക്കാണ്. അതെ, പിന്നെ നെവിൻ എന്ന് പറയുന്ന ആള് ഒന്നിലും ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നു. അതെനിക്കും തോന്നി. കാരണം നെവിൻ ഭയങ്കര സ്ക്രീൻ സ്പേസ് കുറവായിരുന്നല്ലേ, എങ്ങും കാണുന്നില്ല ആളെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ട് ഇന്നിപ്പം ഈ ഒരു നോമിനേഷൻ വരുന്ന സമയത്ത് നെവിൻ എന്നുള്ള പേര് ഓർക്കുന്നതാണ്. കാരണം ഇന്നലെ നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും ആളുടെ പേര് മറന്നേ പോയി. കാരണം ആൾക്ക് ഒട്ടും കാണുന്നില്ല. കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെളുത്തൊക്കെ നിന്നില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോ ആര്യൻ. പിന്നെ അടുത്ത വന്നിട്ട് സരികയാണ്. സരിക ചെയ്തത് ആര്യനെയും പിന്നെ ഒനിയൽ സാബുനെയാണ് കേട്ടോ ചെയ്തത്. അപ്പം ആര്യനെ പറഞ്ഞ കാര്യം തിരിച്ച് ഇപ്പൊ ഈ ഒരു മറ്റേ അതില് ഇങ്ങനെ പോയപ്പോ തിരിച്ചു കെട്ടിപ്പിടിക്കണോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് ആള് പറയുന്നത്. അതായത് ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പോലെ. പിന്നെ ഒനിയൽ സാബു എന്ന് പറയുന്നത് ഫസ്റ്റ് ടാസ്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിരുന്നു. ഞാൻ ഇതൊക്കെ എന്ത് കണ്ടിരിക്കും, ഞാൻ അവസാനം ടാസ്ക് ചെയ്തോളൂ. അതെ, എന്ന് പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത്. അടുത്ത അക്ബർ ആണ് കേട്ടോ. അടുത്ത അക്ബർ ആണ്. അക്ബർ ചെയ്തിരിക്കുന്ന
മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ ആളെയാണ്. പിന്നെ ആദിൽ നൂറേനെയാണ് അക്ബർ ചെയ്തിരിക്കുന്നത്. ഒന്നും അതായത് മുൻഷി രഞ്ജിത്ത് റെലവന്റ് കണ്ടന്റ് ഒന്നും തരുന്നില്ല എന്നാ പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതെ, ആളും സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവാണ് അല്ലേ, ആളെയും അധികം കാണാനില്ല. പിന്നെ ആദിൽ നൂറ ക്യാപ്റ്റൻസി ടാസ്കിന് ഏബിൾ അല്ല എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ അവർക്ക് ക്യാപ്റ്റൻ ആവാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ള രണ്ടുപേരുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട ആൾക്കാർ, പക്ഷെ അതില്ല തോന്നുന്നില്ല. പിന്നെ RJ ബിൻസി വന്നിട്ട് ഷൈത്തിയും നെവിലിനെയാണ് ചെയ്തേക്കുന്നത്. നെവിൻ അപ്പൊ രണ്ടുപേരും ആക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത്. നെവിന് ഒരുപാട് പേര് ആക്റ്റീവ് അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ആക്റ്റീവ് അല്ല, പിന്നെ ശൈത്യ ആക്റ്റീവ് അല്ലെന്ന് തോന്നിയില്ലല്ലേ? എനിക്ക് തോന്നിയില്ല, പക്ഷെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം കണ്ടോ. പക്ഷെ ആക്റ്റീവ് അല്ലെന്ന് എനിക്ക് തോന്നില്ല, കാരണം ഇന്ന് ഒത്തിരി സ്ക്രീൻ സ്പേസ് ആൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഒണിയൽ സാബു വന്നിട്ട് ഷൈത്തിയും ഗിസേൽ തക്കർ അവരെയാണ് വെറുതെ പോലും ഇല്ല കേട്ടോ. അപ്പൊ അവരെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഗിസേലിനെ പറയുന്ന സ്ട്രോങ് പ്ലെയർ ആണെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അത് ബാക്കിയുള്ളത് ചിലവര് മിങ്കിൾ ചെയ്യുന്നില്ല, മാറിയിരിക്കുന്നു എന്നുള്ളെങ്കിലും പക്ഷെ ആരും സ്ട്രോങ് പ്ലെയർ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റീസൺ ആയിട്ട് തോന്നിയില്ല. വെറുതെ ഒരു സേഫ് പ്ലേ ഗെയിം കളിക്കാനല്ലേ ഈ ബിഗ് ബോസ് വന്നേക്കുന്നത്. അതിൽ സ്ട്രോങ് പ്ലെയർ ആയോണ്ട് പുറത്താക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ഗെയിം. സ്ട്രോങ് പ്ലെയർ ഒക്കെ ആയിട്ടുമില്ല. അത് മാത്രമല്ല, അവരുമായിട്ടാണ് കളിക്കേണ്ടത്. നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കളിച്ച് ജയിക്കാൻ നോക്കും. അതെ, അപ്പൊ അത് കുറച്ച് സേഫ്. ഈ ഒണിയൽ ഭയങ്കര സേഫ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ഉണ്ട് കേട്ടോ. ഈ ഒണിയൽ, ബെന്നി ഇവരൊക്കെ കുറച്ച് സേഫ് പ്ലേയേഴ്സ് ആണ് ആളാന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ചെയ്തത്. പിന്നെ ഈ ബെന്നി വന്നിട്ട് ഷൈത്യയും പിന്നെ മുൻഷി രഞ്ജിത്തിനെയാണ് ചെയ്തിരിക്കുന്നത്. ടാസ്ക് രീതിയിൽ കൊള്ളില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് ശൈത്യ ചെയ്തേക്കുന്നത്. പിന്നെ മുൻഷി രഞ്ജിത്ത് വീക്കാണ്, ആള് വീക്ക് പ്ലെയർ ആണ് എന്നുള്ളത് മുൻഷി രഞ്ജിത്തിന്. പിന്നെ അഭിലാഷാണ് വന്നിട്ട് അഭിലാഷ് ചെയ്തിരിക്കുന്ന രേണുവിനെയും ആര്യനെയാണ് കേട്ടോ. അപ്പൊ പറഞ്ഞിരിക്കുന്ന റീസൺ രേണു ഒറ്റയ്ക്ക് നിൽക്കുന്ന ടാസ്കിലൊന്നും ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കുന്ന കുറേ പേര് അതുള്ളതാണ്. ടാസ്ക് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കും. അത് അത്ര സേഫ് ഗെയിമും ആണ്. ചുമ്മാ കണ്ടന്റ് ചുമ്മാ ബഹളം വെക്കുന്നത് അത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഗെയിം കളിക്കണം. ഗെയിം മെയിൻ എന്റർടൈൻമെന്റ് പ്ലസ് ഗെയിമും ഉണ്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ വായിട്ടടിച്ചും കുറെ പാട്ടും പാടിയൊന്നും മാത്രം എന്നിട്ട് കാര്യമില്ല. പിന്നെ ആദിലിനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് തലേ ദിവസം നമ്മുടെ ഈ ടാസ്ക് വായിക്കുന്ന സമയത്ത് മലയാളം അധികം അറിയാതെ ഇരുന്ന സമയത്ത് നമ്മുടെ അനീഷ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മലയാളം അധികം അറിയത്തില്ലെങ്കിൽ എന്തിനാ ബിഗ് ബോസിൽ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഈ ഒരു അനീഷും തമ്മിൽ ചെറിയ രീതിയിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം അങ്ങനെ ടാസ്ക് വായിക്കാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വായിക്കാൻ പറ്റത്തില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ പറഞ്ഞിട്ടാണ് അഭിലാഷ് ആര്യനെ പറ്റില്ലെന്ന് പറഞ്ഞ് മാറിയേക്കാൻ പറ്റത്തില്ല. നമ്മള് കാര്യങ്ങളെല്ലാം മുന്നിൽ കയറി ചെയ്യണം. അതാണ് ബിഗ് ബോസ് ഒന്ന് മെയിൻ. പിന്നെ റണ ഫാത്തിമ വന്നിട്ട് നെവിനെയും ഷൈത്തീനെയാണ് പറഞ്ഞത്. രണ്ടുപേരും ഒരു ഗെയിം ഐഡിയ ഇല്ല എന്നുള്ള രീതിയാണ്. പിന്നെ ഷൈത്തിയെ പറഞ്ഞത് ഓൾറെഡി ആ ലിപ്സ്റ്റിക്കിന്റെ പ്രശ്നത്തിൽ ഒറ്റയ്ക്ക് ഞാൻ ക്ഷണിച്ച് നിന്നെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യത്തിലാണ് പറഞ്ഞത്. പിന്നെ മുൻഷി രഞ്ജിത്ത് വന്നിട്ടും സെയിം ഷൈത്തിയും ഗിസേലിനാണ് പറഞ്ഞത്. ഒരു സെയിം ലിപ്സ്റ്റിക് ഇഷ്യൂ പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ ആണ് കേട്ടോ രണ്ടുപേരെയും പറഞ്ഞിരിക്കുന്ന റീസൺസ്. ലാംഗ്വേജ് ഇഷ്യൂ ഗിസേലിന് ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാരും പറയുന്നുണ്ട്. അതേപോലെ ഇനി ഗിസേൽ തക്രൽ പറഞ്ഞേക്കുന്നത് രേണുസുതിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ടാസ്കിൽ നിന്ന് മാറി ഇന്ന് കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ. അതേപോലെ ശാരികയും പറഞ്ഞു സെയിം തന്നെ. ആ പുള്ളിക്കാരി ഗെയിം കളിക്കാത്തവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തത് പറഞ്ഞത്. അങ്ങനെ വേണം ചെയ്യാൻ. ഗെയിം കളിക്കാത്തവരെ തന്നെ ടാർഗറ്റ് ചെയ്യണം, അല്ലാതെ ഗെയിം കളിക്കുന്നവരല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. അതെ, പിന്നെ ഷാരിക അല്ല, പിന്നെ ആൾക്ക് കുറെ എക്സ്പീരിയൻസ് ആണുണ്ടോ ഹിന്ദി ബിഗ് ബോസ്. ഹിന്ദി ബിഗ് ബോസിൽ പോയി നിന്നെയാണ്. എന്തോ കൈ എന്തോ ഒന്ന് ഫ്രാക്ചറോ എന്തൊക്കെ പ്രശ്നമൊക്കെ ആയിരുന്നു തോന്നുന്നു അവിടെ ടാസ്ക് ചെയ്തിട്ട്. അടുത്തതായിട്ട് ഷാരിക വന്നിട്ട് രേണുവിനെയും നമ്മുടെ രഞ്ജിത്തിനെയാണ് പറഞ്ഞത്. റീസൺ പറയുന്നത് രേണുവിന്റെ സെയിം ആള് ടാസ്കിലൊന്നും ഇൻവോൾവ് അല്ല. പിന്നെ രഞ്ജിത്തിന്റെ കാര്യത്തില് ഫെയർ ആയിട്ടല്ല ഗെയിം കളിക്കുന്നത്. പിന്നെ ഗെയിം ഒട്ടും കളിക്കുന്നില്ല ആള്. അപ്പം പ്രായത്തിന്റെ ഒരു റീസൺ തന്നെയാണ് അവരെല്ലാം പറയുന്നത് കേട്ടോ. അടുത്ത ഷാനവാസ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗിസേലിനെയാണ്. അത് പറഞ്ഞേക്കുന്ന ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു ന്യായീകരണമായിപ്പോയി. അതായത് ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ മലയാള ബിഗ് ബോസിൽ പറ്റാത്ത, അതായത് കേരള സംസ്കാരത്തിന് പറ്റാത്ത ഒരു ഡ്രസ്സിങ് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അത് പുള്ളിക്കാരിൽ നിന്ന് വന്നത്. എനിക്ക് അതും ഒരു സീരിയൽ ആക്ടറാണ്, ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നതാണ്. അപ്പം അത് ഇങ്ങനെ ഒരു സംസാരം നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
അത് ഇതെന്ന് പറയുന്നത് ലോകോത്തര ഒരു ടെലിവിഷനാണ്. അത് ചാനലാണെങ്കിലും ഈ പരിപാടിയാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഡ്രസ്സിങ്ങിനെ പറ്റി ഇങ്ങനെ ഒരു സംസാരം വരേണ്ട ഒരാവശ്യമില്ല. അത് എനിക്ക് അത്ര ന്യായീകരിക്കാൻ തോന്നുന്നില്ല, ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ ഉള്ളത് അഭിലാഷിനെയാണ്. അതെന്ന് പറയുന്നത് അനീഷ് എന്ത് പറഞ്ഞാലും അതിനെതിരെ നിൽക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് ഷാനവാസ് അഭിലാഷിനെ ഇത് ചെയ്തത്. അത് നമുക്കും തോന്നിയിട്ടുണ്ട്. കാര്യം ചാടി ചാടി നിൽക്കുവാൻ അഭിലാഷ് ഇച്ചിരി ഓവറായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന്, ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അനീഷുമായിട്ട്. കാരണം തന്നെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊ ഈ ഒരു റീസൺ വന്നുകൊണ്ട് പറയണ കേട്ടോ, ക്യാപ്റ്റൻ ആണല്ലോ, റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അഭിലാഷ്. അതെ. അപ്പൊ അടുത്തത് പിന്നെ നെവിൻ ആണ് കേട്ടോ. നെവിൻ വന്നിട്ട് പറഞ്ഞത് അനുവിനെയും രേണുവിനെയാണ്. കാരണം അനുവിനെ പറഞ്ഞത് ഭയങ്കര കാരണം അവര് ചമയുന്നു എന്നുള്ള രീതിയിലാണ് അനുവിനെ പറഞ്ഞത്. പിന്നെ രേണു സെയിം തന്നെ ടാസ്ക് ചെയ്യുന്നില്ല. രേണുവിനെ പറഞ്ഞ എല്ലാവരും ടാസ്ക് ചെയ്യുന്നില്ല എന്നൊരു കാര്യം, ടാസ്ക് ചെയ്ത് മാറിയെന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും നോമിനേഷൻ. അതെന്ന് തോന്നുന്ന ആൾക്ക് തലവേദന തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ, മനസ്സിലായി. പിന്നെ ആദിൽ നൂറ വന്നിട്ട് പറഞ്ഞത് ശൈത്യനെയും ആര്യനെയാണ്. സെയിം ലിപ്സ്റ്റിക് ഇഷ്യൂ കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ശൈത്യ വന്നിട്ട് പറഞ്ഞ ബിന്നിനെയും രഞ്ജിത്തെയാണ് വീക്കായി തോന്നി എന്നുള്ളൊരു റീസൺ ആണ് രണ്ടുപേരെ പറഞ്ഞത്. ശരിയാണ്, രണ്ടുപേരും വീക്കായിട്ടാണ് തോന്നിയത്. പിന്നെ അപ്പാനി ശരത്ത് വന്നിട്ട് പറഞ്ഞത് ഷാനവാസിനെയും നെവീനെയാണ് വീക്ക് കണ്ടസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. അതും ശരി തന്നെയാണ്. ഷാനവാസ് വീക്കല്ല. ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് സടകുടഞ്ഞ് എഴുതിയിട്ടുണ്ട്, നല്ല സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻ അനീഷാണ്. അനീഷ് വന്നിട്ട് പറഞ്ഞ ശാരികയാണ്. പിന്നെ അനൂനെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതായത് ഇമേജ് കോൺഷ്യസ് ആണ് നമ്മുടെ ശാരിക എന്നാണ് പറയുന്നത്. പിന്നെ അനൂനെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, തലേന്ന് ഇവരെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ 2 ബെഡ് 3 ബെഡ് ഒരു ഒറ്റ ബെഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ബെഡ് ഇഷ്യൂ വന്ന സമയത്ത് ഭയങ്കര സെൽഫിഷ് ആയിട്ട് നിന്നു എന്നുള്ളൊരു റീസൺ ആണ് പറഞ്ഞത്. പിന്നെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ അനീഷ് പറഞ്ഞത്. അപ്പൊ അതോടുകൂടി നമ്മുടെ നോമിനേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമിനേഷൻ കഴിഞ്ഞിട്ടെല്ലാം നമ്മുടെ ബിഗ് ബോസ് മുമ്പും ബിഗ് ബോസ് ഇതണക്ക് കുറെ പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെ കണ്ടസ്റ്റന്റ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. അതേപോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. കപട മുഖം, അതേപോലെ അലസത, നന്മമരം, അതേപോലെ ഡ്രസ്സ് ശരിയല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ എടുത്തു വെച്ച് പറഞ്ഞിട്ട് ഗെയിം സ്പിരിറ്റ് ഇല്ല, അങ്ങനെ വോട്ട് ടാസ്കിൽ കളിക്കുന്നില്ല. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് വോട്ട് എത്ര കിട്ടി, ആർക്കൊക്കെ എത്ര കിട്ടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് പറയാം. അനുവിന് 2 വോട്ട്, അതേപോലെ ശാരികയ്ക്ക് 2 വോട്ട്, ആര്യന് 3 വോട്ട്, രേണുവിനും നെവിനും 4 വോട്ട് വെച്ച്, ഗിസേലിനും 4 വോട്ട് വെച്ച് കിട്ടി. അതേപോലെ തന്നെ രഞ്ജിത്തിന് 5 വോട്ട് കിട്ടി, ശൈത്യക്ക് 8 വോട്ട് കിട്ടി. അപ്പം വോട്ട് കൂടുതൽ കിട്ടിയത് ശൈത്യക്കാണ്. കാര്യം ഈ മേക്കപ്പ് ഇഷ്യൂ തന്നെയാണ്. ഒന്ന് കാണിക്കാൻ, നല്ല പിള്ള കാണിക്കാൻ നോക്കിയതാണ്, പണി കിട്ടി. അതേപോലെ തന്നെ രഞ്ജിത്തിനും അത് തന്നെ ടാസ്കിൽ നിന്ന് മാറിയിരിക്കുന്നതും ഒരു പ്രായത്തിന്റെ ഒരു ഇത് കാണിക്കുന്നതൊക്കെ രഞ്ജിത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് എനിക്ക് കുറച്ച് ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ രഞ്ജിത്ത് ഉണ്ടല്ലോ. ആള് നല്ല രീതിയിൽ, ശൈത്യ കുഴപ്പമില്ല, ആള് സ്ക്രീൻ സ്പേസ് ഒക്കെ എടുക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ തോന്നുന്നു. പക്ഷെ രഞ്ജിത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണിയിടാൻ. ഞങ്ങൾക്ക് തോന്നുന്നത് ഇത്തവണ രഞ്ജിത്ത് ഔട്ടാവും എന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, കാര്യം സ്ക്രീൻ സ്പേസ് ഇല്ല, അതേപോലെ ആക്റ്റീവ് അല്ല. പക്ഷെ ശൈത്യ സ്ക്രീൻ സ്പേസ് എടുക്കുന്നു. അതേപോലെ നെവീനും ശ്രദ്ധിക്കണം കേട്ടോ, സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പൊ ഇതൊക്കെയാണ് നിലവില് ഇതാണ് വോട്ട് കിട്ടിയത് നോമിനേഷനിൽ വന്നവര്. അപ്പോ ഈ ഒരു നോമിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഷാനവാസിന് തലവേദന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, രേണു സുധിക്ക് തലവേദന എന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ ഈ അഭിലാഷ് അല്ല, നമ്മുടെ അനീഷ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് രേണു സുധിയുടെ തലവേദന ജനുവിനാണ്, ഷാനവാസിന്റെ തലവേദന ജനുവിനല്ല. അപ്പൊ ഷാനവാസ് അപ്പൊ തിരിച്ചു ആളായിട്ട് ഉടക്കിട്ടോ, അനീഷായിട്ട് ഉടക്കുന്നുണ്ട്. അതെന്താ എന്റെ തലവേദന, ഞാൻ പറഞ്ഞത് ഒരാളുടെ തലവേദന അല്ല, അതിന് റീസൺ അനീഷ പറയുന്നുണ്ട്. റീസൺ പറയുന്ന എന്നോടും ഒന്നും പറഞ്ഞില്ല, എന്നോടും ഒന്ന് പറഞ്ഞതോട് മാത്രമേ ഉള്ളൂ, എന്നോടൊന്നും പറയില്ലെങ്കിൽ ശരിയല്ല. എന്നിട്ടും രേണു സുനിനെ റേനാട്ടോ വിളിച്ചോണ്ട് നടക്കുന്ന അനീഷ്. എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് വന്ന് രേണു സുധി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രേണുവിന്റെ തലവേദന ഒറിജിനലും നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തെ ആളുടെ തലവേദനയൊക്കെ മാറി. അതെ, തലവേദന മാറി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ സമയത്തേക്ക്
സമയത്ത് നമ്മൾ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷ് ഉണ്ടല്ലോ, അഭിലാഷ് ശൈത്യയോട് വന്ന് പറയുന്നുണ്ട്, മറിയുന്നിട്ട് പറയുന്നുണ്ട് രേണുസുതിക്ക് ഇപ്പൊ എന്താ തലവേദന ഇല്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, ആൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞാണ് തലവേദന, ഇപ്പൊ തലവേദനയും പ്രശ്നമൊന്നുമില്ല, ഉറങ്ങാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കത്തിപ്പടരുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പാനി ശരത്ത് കയറി വന്നു, പിന്നെ ഒരു അടിയോടടിയായിരുന്നു. ഇന്ന് അങ്ങോട്ട് അവിടെ നമ്മുടെ ഈ അഭിലാഷും അപ്പാനി ശരത്തും കൂടി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ അവിടെ വഴക്കായി, അലറി വിളിച്ചു, ഭയങ്കര രീതിയിൽ അഭിലാഷ് ഭയങ്കര രീതിയിൽ തലവേദന അടിയായിരുന്നു. രേണുസുതി വന്ന് രേണുസുതി അതിന്റെ അപ്പുറം ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവര് മൂന്നുപേരും അത് അപ്പാനി ശരത്ത് പോയിക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ തലവേദന ഉണ്ടായിരുന്നു, പെട്ടെന്ന് തലവേദന മാറി, വീണ്ടും തലവേദന വരുന്നു പോകുന്നു, അതെങ്ങനെ നടക്കുന്നതെന്ന്. അതായത് ആള് കള്ളം പറയാനാണ് അവരുദ്ദേശിക്കുന്നത്, ഉറങ്ങാൻ വേണ്ടിട്ട് പറയുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് രേണുസുതി അലറി വിളിക്കുമ്പോഴത്തേക്ക് ഈ ലേഡീസ് കുറച്ചുപേര് വന്നിട്ട് പറയുന്നുണ്ട് ഈ തലവേദന ഉള്ള ആളിങ്ങനെ അലറി വിളിക്കില്ലത് രേണുസുതിയുടെ പറയുമ്പോഴത്തേക്ക് ഓ അപ്പൊ എന്താ എവിടെയോ ദൂരേക്കായിട്ട് പോയി മാറി ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ തലവേദനയായി, പിന്നെ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് മാത്രം ഇങ്ങനെ നോക്കി. അപ്പൊ സരിക വന്നിട്ട് അനീഷിന്റെ അടുത്ത് പറഞ്ഞ് ഡോക്ടറിനെ വിളിക്കണോന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഡോക്ടർ വരണമെന്നായി അപ്പാനി ശരത്ത്. പിന്നെ അതായത് അപ്പാനി ശരത്ത് തലവനാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം, അല്ലെങ്കിൽ നാളെയും ഇത് അത് രസമായിരുന്നു. ഡോക്ടർ വരണം, നമ്മളല്ല സണ്ണി വരണം, സണ്ണി വന്നേ പറ്റത്തുള്ളൂ. അല്ല ഇതിന്റെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാല് ഈ അനീഷ് വന്നിട്ട് രേണുവിന് തലവേദനയാണ്, ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ആളൊരു ക്യാപ്റ്റൻ ആണല്ലോ, ആളിത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം മോശമായിട്ടൊന്നും ആള് പറഞ്ഞില്ല. പക്ഷേ ഈ അഭിലാഷ് ഭയങ്കരമായ രീതിയിൽ റേസ് ചെയ്തിട്ട് അഭിലാഷിന് ഭയങ്കരമായ രീതിയിൽ, കാരണം ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കുറച്ച് ഇച്ചിരിയൊന്നും ഓവറല്ല, ആൾക്കൊന്നും ഒതുങ്ങാം. കാരണം ക്യാപ്റ്റൻ ആണല്ലോ, ക്യാപ്റ്റൻ ആയിരിക്കും ഒരു വഴക്കുടുമ്പോ അതിന്റെ ഇടയിൽ കയറി സംസാരിച്ച് ഇതാക്കുന്നത്. ഓൾറെഡി ഷാനവാസ് നമുക്ക് നോമിനേറ്റ് ചെയ്തേക്കുന്ന അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നതും അനീഷ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ അത് തെളിയുന്ന രീതിയിൽ ആള് ഒന്നും തന്നെ അനീഷ് പറയണ കേൾക്കാൻ നിൽക്കുന്നില്ല. ഭയങ്കരമായ രീതിയിൽ അഭിലാഷ് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഇതിന്റെ കൂടെ അപ്പാനി രവി ഉണ്ട്. പക്ഷെ അപ്പാനി രവി അഭിലാഷിനോടല്ല അല്ലാതെ തന്നെ ഭയങ്കരമായ രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷ് അതിന്റെ ഇടയിൽ കിടന്നിട്ട് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, രേണുവിന് തലവേദന, ഡോക്ടർ വരണം. അപ്പൊ ഇത് കേട്ടോണ്ടേ ഷാനവാസ് വന്നിട്ട് നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു അനീഷ്. അല്ല, അതിന് മുന്നേ തന്നെ ഷാനവാസ് വന്നിട്ട് ഈ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര നല്ല രീതിയിൽ ഷാനവാസ് അനീഷിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചോണ്ട് പോയി തോളത്തൊക്കെ കയറ്റിട്ട് ഞാൻ പറഞ്ഞല്ലേ എനിക്കും വയ്യ, എനിക്ക് തലവേദന എന്ന് പറഞ്ഞല്ലേ, അപ്പം രേണുവിന് മാത്രം എങ്ങനെയാ തലവേദനയാവുന്ന നല്ല രീതിയിൽ ഷാനവാസ് ചോദിച്ചു. അനീഷിനുള്ള ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാല് ആള് പറയുന്നത് ഈ കാര്യമുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വന്നിട്ട് കാര്യമായ രീതിയിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ ചെവി കൊടുക്കത്തില്ല, കുറച്ചെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കാരണം അവർക്കും ഉണ്ടല്ലോ പറയാനുള്ളത്, ഒറ്റ സൈഡിൽ നിന്ന് കാണുന്നത് മാത്രമല്ലല്ലോ കാര്യങ്ങള്. ആള് പിടിച്ച മുയലിന് 4 കൊമ്പെന്നുള്ള രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, അപ്പം ഷാനവാസ് വന്നിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് എനിക്കും തലവേദന ഉണ്ട്. അപ്പൊ അനീഷ് പറയുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് എല്ലാരും ഇരിക്കാൻ ഞാൻ അവിടെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു, തലവേദന എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം എന്നാ ഞാൻ ഇപ്പൊ പറയുമ്പോ എനിക്ക് നല്ല രീതിയിൽ തലവേദന ഉണ്ട്. അത് പറയുമ്പോഴും ഒക്കെ അനീഷ് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് രേണു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ ഒരു 10-20 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ സരിക വന്നിട്ട് ഈ അനീഷിന്റെ അടുത്ത് പറയുന്നു രേണുസുതിക്ക് ഡോക്ടറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അല്ല, ഇതിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ മുച്ച് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭ്രാന്തെടുത്ത് നമ്മുടെ അഭിലാഷും അപ്പാനി രവിയും അനീഷും എല്ലാരും പിടിച്ചു മാറ്റാൻ വന്നവരും എല്ലാം കൂടെ മറ്റേ ഇല്ല പടം ഉണ്ടല്ലോ, ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ, രാത്രി അങ്ങോട്ടടി ഇങ്ങോട്ട് വലി എന്ന് പറഞ്ഞത് വെട്ടത്തിലെ കണക്ക് ഇവിടെ ടുട്ടുന്നും പറഞ്ഞ് ഇവിടെ വഴക്ക് കിടക്കുന്നു. ഇപ്പുറത്ത് വന്നിട്ട് രേണുസുതി ക്യാമറ വന്നിട്ട് എനിക്ക് തലവേദന സഹിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ്. അല്ല, അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞില്ലേ തലവേദന ഉള്ള ആള് ഇത്രയും എടുത്ത് സംസാരിക്കത്തില്ല, ഒച്ചവെക്കത്തില്ല. പിന്നെ അതുപോലെ ഇവിടെ പുരിഞ്ഞാടി തലവേദന ഇല്ലെന്ന് പറഞ്ഞ സീന ഇങ്ങനെ എനിക്ക് ഭയങ്കര തലവേദന, ഒരു പെയിൻ കില്ലർ തരൂ എന്ന് പറഞ്ഞിട്ട് ആള് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ചാനൽ സരിക വന്നിട്ട് അനീഷിനോട് പറയുന്നത് ഡോക്ടറിനെ വിളിക്കാൻ. അത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ ബിഗ് ബോസിന്റെ അടുത്ത് അനീഷ് ഡോക്ടർ വരണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഷാനവാസ് ബാക്കിൽ
അനീഷ് പറയുന്നത് വെച്ചാൽ രേണു എന്നല്ല രാണു അങ്ങനെ തോട്ടാ പറയണേ. രാണുന്ന് തലവേദനയാ, ഡോക്ടറിനെ കാണോ. ഞാൻ പറഞ്ഞിട്ട് എന്തായി? അതെ, ഇത്ര നേരം ഞാനും മലയാളം തന്നെയല്ലേ പറഞ്ഞു, മലയാളം മാറിപ്പോയിട്ട് പിന്നെ അവര് തമ്മിൽ അടിയായി. എനിക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ഇല്ല, പറഞ്ഞിട്ട് കൂടി മൈൻഡ് ഇല്ല, ഒരു ഡോക്ടറിനെ കാണുമെന്ന് ഒന്നും പറഞ്ഞില്ല. രേണുസുതിക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനെ വിളിച്ച്, അത് രേണുസുതിയുടെ മാത്രം ജെന്യൂനാന്ന് പറയുന്നത്, എന്റെ തലവേദന ജെന്യൂൻ അല്ല. അഭിലാഷ് പറഞ്ഞോണ്ടിരിക്കട്ടോ രേണുസുതിന്റെ തലവേദന കറക്റ്റാ, അത് അതിലൊരു മാറ്റമില്ല. അതാണ് ഒരു പ്രശ്നം. ഇവര് തമ്മിൽ മുമ്പേ ഒരു പ്രശ്നമുണ്ട്, ക്ലാസ് ഉണ്ട് നേരത്തെ. സ്റ്റിക്കറിന്റെ ഷാനവാസ് കുറച്ചൊന്ന് റേസ് ആയിട്ടോ, അത് ന്യായമായ കാര്യം, കേട്ടിട്ട് പോട്ടെ. അങ്ങനെ അവര് തമ്മിൽ നല്ല രീതിയിൽ ഒരു അടി നടന്നു. ഇത്രയും നല്ല പൊരിഞ്ഞടിയായിരുന്നു ഇന്ന് നടന്നത്. പക്ഷെ ഇത്തവണത്തെ സീസണിൽ നല്ല അടി നടക്കുന്നില്ല, ഇടയിൽ കൂടെ നല്ല കോമഡി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെ, നമുക്ക് ആ ഒരു ഷാനവാസിന്റെ മനീഷിനെയും കൂടെ ഇത് കണ്ടപ്പോ ഇല്ല ചോറ് കുറച്ചും കൂടെ ഇട്ടെ. വേണ്ട, ഞാൻ ചോറെന്ന് തന്നെയല്ലേ പറഞ്ഞ, മറുപടിയൊന്നുമില്ലല്ലോ. ആ ഒരു അവസ്ഥയായിരുന്നു. അതേപോലെ തന്നെ മറ്റേ ഞാൻ തലവേദന ഡോക്ടർ എവിടെ, ഡോക്ടർ വരട്ടെ സണ്ണി വരണം, സണ്ണി വന്നേ പറ്റത്തുള്ളൂ, നഗലിനാ വിളിക്കുന്നത്. ആ രീതിയൊക്കെ ആയിരുന്നു. അല്ല, ബിഗ് ബോസ് രേണുസുതി വന്നിട്ട് ഇതിന്റെ ഇത്രയും പൊരിഞ്ഞ അടി അടക്കുമ്പോ രേണു വന്നിട്ട് ക്യാമറ അപ്പൊ ഇല്ല തിലക് പറയുന്നത് അബടാ മോനെ സണ്ണി കുട്ട, ബിഗ് ബോസ് രേണു കുട്ട. ഇതെല്ലാം കോമഡി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. വഴക്കാണെങ്കിലും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കുറെ പേർക്ക് കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിട്ടോ. ശരിയാ, ഇല്ലാതിരുന്നവർക്കും കുറെ പേർക്ക് കിട്ടി. അതെ, എന്തായാലും ഇങ്ങനെ പോട്ടെ, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോട്ടെ. അതായത് നല്ലത്, എന്റർടൈൻമെന്റും വേണം, ടാസ്കും ചെയ്യണം, എല്ലാം വേണം എന്നുള്ളത്. പക്ഷെ ഈ സേഫ് ഗെയിമേഴ്സിനൊക്കെ ആദ്യം പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ അങ്ങനെയുള്ള അഭിപ്രായം. കാര്യം ബിഗ് ബോസ് ആണ്, ഗെയിം കളിക്കാനാണ് വരുന്നത്, അതേപോലെ തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യാനാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുക, അല്ലാത്തവരെ അവിടെ നിൽക്കട്ടെ, അവർ ഗെയിം കളിക്കട്ടെ എന്നാണ് അഭിപ്രായം. വേറൊന്നും നോക്കണ്ട, പുറത്തുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. അതെ, പിന്നെ നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. ഗെയിം കളിക്കുന്നവർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഗെയിം കളിക്കണം. നിങ്ങൾ സേഫ് ഗെയിം ആയിട്ടുള്ളവരെ മാത്രം പുറത്തുവിടുക, പിന്നെ നമുക്ക് ബാക്കി പിന്നെ നോക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ സേഫ് ഗെയിമേഴ്സിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുത്തിയിരിക്കേണ്ടി വരും. ഞങ്ങൾക്കും ഒന്നും പറയാൻ കാണത്തില്ല, നിങ്ങൾക്ക് ഒന്നും കാണാനും കാണത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാം. അതെ, പിന്നെ ഇനി അടുത്തതായിട്ട് ഇനിയിപ്പോ ലാസ്റ്റ് രാത്രിത്തെ കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ ബെഡ്റൂമിൽ രേണുസുതിയും 2-3 ആൾക്കാരും കൂടെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ബിഗ് ബോസിന്റെ തലവേദന രേണുസുതിയാന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ രേണുസുതി ഭയങ്കര മാസാണല്ലേ, മാസ് ഡയലോഗൊക്കെയാ, ഞാൻ ഫയറാണ് പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇവന്മാരൊക്കെ ഇനി എന്ത് വേണമെങ്കിലും എന്നെ പറയട്ടെ, എനിക്ക് അപ്പുറം ഞാൻ വെളിയിൽ കാണിച്ചിട്ടാ. അതെ, ആൾക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം ഓൾറെഡി നെഗറ്റീവായി അകത്ത് കയറിയ ഒരാളാണ്. പിന്നെ ആള് പക്ഷെ റിയൽ ആണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല ആള് ഫേക്ക് ആയിട്ട് നിൽക്കുവാണെന്ന്. ഈ തലവേദന അതാ കാരണം അങ്ങനെ വേണമല്ലോ. കാരണം നല്ല രസമുണ്ട്, ആള് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ ഇവിടെയും കൂടെ ഒക്കെ ഓടി പോകുന്നുണ്ട്. അത് തന്നെ രസം. നല്ല രീതിയിൽ എല്ലാവരും ഗെയിം കളിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സേഫ് ഗെയിം ആയിട്ട് കുറച്ചുപേര് നിൽക്കുന്നവരും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ മുൻഷി രഞ്ജിത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കയറി വരികയാണെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളുടെ ഒരു കോമൺ അഭിപ്രായം പറയുകയാണെങ്കിൽ ആളിനി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ സേഫ് ഗെയിം ആയിട്ട് നിൽക്കുന്നവരൊക്കെ കണ്ടന്റ് കൊടുക്കുന്നവർ നിൽക്കട്ടെ, അതാണ് നല്ലത്. അപ്പൊ ഇതാണ് Day 1 ബിഗ് ബോസിന്റെ ഞങ്ങളുടെ റിവ്യൂ. അപ്പം താല്പര്യമുള്ളവർ ഈ ബിഗ് ബോസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാം, ഉറപ്പായിട്ട് എഴുതുക. അതേപോലെ തന്നെ ഞങ്ങൾ ഈ സീസൺ തൊട്ടാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, ഇപ്പോ നോമിനേഷനിൽ വന്നിട്ടുള്ളവരെന്നൊക്കെ പറയുന്നത് അനുമോള് വന്നിട്ടുണ്ട്, നെവിൻ വന്നിട്ടുണ്ട്, രഞ്ജിത്ത് വന്നിട്ടുണ്ട്, രേണു വന്നിട്ടുണ്ട്, ശാരിക വന്നിട്ടുണ്ട്, ശൈത്യ വന്നിട്ടുണ്ട്, ഗിസൈൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ് നോമിനേഷനിലുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഓരോ വോട്ടും ചെയ്യുന്നത് നോക്കിയും കണ്ടും ഡിസേർവ് ആയിട്ടുള്ളവർക്ക് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഡിസേർവ് ആയിട്ടുള്ള കൊടുക്കല്ല, ഡിസേർവ് അല്ലാത്തവർക്ക് കൊടുത്തിട്ട് അവരെ പുറത്താക്കാൻ നോക്കുക. ഗെയിം കളിക്കുന്നവരെ ദയവ് ചെയ്ത് പുറത്താക്കാൻ നോക്കാതിരിക്കുക. പിന്നെ ഇതിൽ രക്ഷപ്പെട്ട ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ അനീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തകർത്ത് പൂത്തിരി കത്തുന്ന രീതിയിൽ എല്ലാവരും ഒരു പേര് അനീഷിനെ പറഞ്ഞുതരാം. പക്ഷെ ആള് ക്യാപ്റ്റനായി രക്ഷപ്പെട്ടു, അത് നന്നായി. അതുകൊണ്ട് ബാക്കിയുള്ളവരെ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ,
അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ അടുത്ത ഡേ ടു വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ ലൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.